ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂലുകെട്ടിൻ്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നൂലുകെട്ടിൻ്റെ വീഡിയോസ് ഇടുന്നതിന് മുൻപ് നമുക്ക് നൂലുകെട്ടിന് ആവശ്യമായ ഡ്രസ്സൊക്കെ നമ്മൾ കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു ബുട്ടീക്കിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അതായത് മ്യൂറൽ പ്രിൻറ്റും എംബ്രോയ്ഡറി വർക്കും ഒക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. അപ്പം അത് കുഞ്ഞാവേല വൈദ്യയുടെ ഡ്രസ്സ് അവിടെ മയിൽപ്പീലി കണ്ടില്ലേ, അതൊക്കെ നന്ദുവേട്ടൻ്റെ ഡ്രസ്സും ഇതൊക്കെ മയിൽപ്പീലി നമ്മൾ മ്യൂറൽ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചാണ് ഒരേപോലത്തെ. പക്ഷേ നന്ദുവേട്ടൻ്റെ ഡ്രസ്സ് നമുക്ക് കേവായിട്ടാണ് പറഞ്ഞത്, പക്ഷെ അവർ സ്ക്വയറായിട്ടാണ് വൈദ്യൻ്റെയും നന്ദുവേട്ടനും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിനൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ ബ്ലൗസിൻ്റെ കയ്യിൽ മയിൽപ്പീലി അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്ദുവേട്ടന് സെയിം ആയിട്ടുള്ള മുണ്ട്, വൈദ്യക്ക് സെയിം ആയിട്ടുള്ള മുണ്ട്. പിന്നെ മെയിൻ പ്രധാന സാധനം എൻ്റെ സാരി കേട്ടോ. അതിൽ ഞാൻ കുറച്ച് എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ബോർഡറിൽ ഞാൻ മയിൽപ്പീലി വെക്കാൻ പറഞ്ഞു, പക്ഷെ അത് അവർ നല്ല ഗ്യാപ്പ് ഇട്ട് വെച്ചതാണ്. അത് ഞാൻ ചോദിച്ചായിരുന്നു അവരത്, പക്ഷെ അതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് നിന്ന് പറഞ്ഞിട്ടാണ് അവർ മറുപടി തന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ കുറച്ചും കൂടി അടുപ്പിച്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷേ നന്ന ഗ്യാപ്പായിപ്പോയി. അത് ഞാനിങ്ങനെ ആലോചിച്ചത്. ഇത് ആ മയിൽപ്പീലി മുഴുവൻ ഈ മ്യൂറൽ പ്രിൻറ്റ് ചെയ്തിട്ടും മറ്റേത് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ, ഫുൾ ത്രെഡ് വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ സാരി എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, നല്ല എനിക്ക് സമാധാനമായി. പക്ഷേ നന്ദുവേട്ടനും വൈദ്യൻ്റെ ഒക്കെ ഡ്രസ്സാണ്. പിന്നീട് ഇതിന് ശേഷം അടുത്ത ഇതിലാണ് കേട്ടോ കുഞ്ഞാവിൻ്റെ ഡ്രസ്സ് വന്നിട്ടുള്ളത്. കുഞ്ഞാവിൻ്റെ ഡ്രസ്സ് എന്തായാലും നമുക്ക് നൂലേട്ടൻ അന്ന് അൺബോക്സ് ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ചതുള്ളത് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു. നൂലേട്ടൻ അന്നാണ് ഓപ്പൺ ചെയ്തത്. ഭാഗ്യത്തിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി നൂലേട്ടൻ്റെ തലേന്ന് നമ്മൾ ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് ചെറുതായിട്ടൊന്ന് അലങ്കരിക്കുക. വലിയ ഫംഗ്ഷനൊന്നുമില്ല, ചെറിയ രീതിയിലുള്ളൊരു ഫംഗ്ഷനാണ്. വലുതായിട്ട് ആർഭാടമായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ട് ഉണ്ടാകും. നമ്മളെ കഴിയുന്ന വിധത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഊതിയിട്ട് ഇത്രയും ബലൂൺ ആവുന്നുള്ളതുകൊണ്ട് ആൻറ്റി സഹായിച്ച് അവസാനം അങ്ങനെയൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നന്ദുവേട്ടനെത്തി, അതായത് നൂലേട്ടൻ അന്നാട്ടോ നന്ദുവേട്ടൻ എത്തിയത്. കൈ നിറയെ ഗിഫ്റ്റുമായിട്ടാണ് നന്ദുവേട്ടൻ വന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, അമ്മക്കും എനിക്കും, പിന്നെ അത് ആൻറ്റിക്കുള്ള സാരി, പിന്നെ ഇത് അമ്മമ്മക്കുള്ള സാരി, പിന്നെ ഒരാളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സാരിയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ കുഞ്ഞാവക്കും ഒരു ലോഡ് ഡ്രസ്സ് കൊണ്ടതിന് കേട്ടോ. അത് കുഞ്ഞ് സൈസ് വരെയുള്ളതുണ്ട്, അതായത് അവന് പാകാത്ത സൈസ് വരെയുള്ള കുഞ്ഞാവിൻ്റെ ഡ്രസ്സും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വൈദിക്കുള്ള ഡ്രസ്സും അതുകൂടാതെ എനിക്കുള്ള എന്താ പറയുക ടീഷർട്ടും പിന്നെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സെറ്റായിട്ടിരിക്കുക. പിന്നീട് ഇതൊക്കെ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഇത് നോക്കിയത്. കാരണം ഇവിടെ കുറേ ചടങ്ങുകളുണ്ടല്ലോ, ഓരോ സ്ഥലത്ത് ഓരോ ചടങ്ങുകളാണല്ലോ. ഇത് വീടും ചുറ്റുന്ന എന്തൊക്കെയോ ചടങ്ങൊക്കെ നല്ല രസകരമായ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് ഏത് ഫോണിലാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ നൂലേട്ടിൻ്റെ തിരക്കിലായി. ഇപ്പോൾ ഈ നൂലേട്ടിൻ്റെ വീഡിയോ പോലും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് ഞാൻ എടുക്കാനും പറയാൻ മറന്നുപോയി. ഞാൻ ആ ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് ഇരുന്നിരുന്നത്. അപ്പം ഇത് പാൽ കൊടുക്കുന്ന കേട്ടോ. ഇതൊക്കെ ഷൂട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരു അമ്മമ്മ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അത് അമ്മ കഴിച്ചെടുത്തിട്ട് എനിക്ക് കിട്ടിയ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പം എല്ലാം കഴിഞ്ഞു, ഭയങ്കര ക്ഷീണമായി, ടയേർഡായി. അപ്പോൾ നന്ദുവേട്ടൻ കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ അമ്മക്കും അമ്മമ്മക്കും പിന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കിയ ആൻറ്റിക്കും ഒക്കെ കൊടുത്ത് ആകെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 9-10 മണി വരെ ആൾക്കാരൊക്കെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിറ്റേന്ന് നമ്മൾ ഓരോ ഗിഫ്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഒന്നും പറയാനുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല കുഞ്ഞു ഉടുപ്പുകൾ കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ പ്രധാന കാര്യം പറയാൻ പറ്റും കേട്ടോ. നമ്മളെ കുഞ്ഞിൻ്റെ പേര് വിളിച്ചു, അതായത് നൂലേട്ടനാണല്ലോ പേര് വിളിക്കാം. അപ്പോൾ കുഞ്ഞിനിട്ട പേര് അദ്വിക് എസ് ഗോകുൽ എന്നാണ്. അപ്പം വളരെ സന്തോഷമായിട്ട് പ്രതീക്ഷയിനെക്കാട്ടി ഗംഭീരമായിട്ട് ചടങ്ങുകളൊക്കെ അവസാനിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ, ബൈ.